ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് മീനമാസം 22-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 5-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 41 നാഴിക പോയവും ബാക്കി ആയില്യവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരുവാനും ഒപ്പം ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞു തരുവാനും ഒക്കെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചോദിച്ചറിയേണ്ടത്, വിഷുഫലം എങ്ങനെയാണ് കന്നിരാശിക്കാരെ ബാധിക്കുന്നത്? അത് നല്ലതാണോ, മോശമാണോ, അതോ സമ്മിശ്രമാണോ? ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്കാരം. കന്നിരാശിക്കാർക്ക് എങ്ങനെയാണ് ഈ വിഷു ഉണ്ടാകുന്നത്? കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ 3/4 ഭാഗം അടങ്ങുന്ന 45 നാഴിക, അത്ത നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, അതായത് 30 നാഴിക. കന്നിക്കൂറെന്നും കന്നിരാശിയും എന്ന് പറയുന്നു. ഈ രാശിക്കാർക്ക് അഷ്ടമത്തിലോട്ട് സൂര്യൻ സംക്രമിക്കുന്ന കാലം ആണ് ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ. ജനിച്ച രാശിയിൽ അഷ്ടമത്തിൽ സൂര്യനും ജനിച്ച രാശിയിൽ വ്യാഴവും മാതൃസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രത്താൽ ദോഷാനുഭവങ്ങൾ കൂടിയിരിക്കും. അഷ്ടമത്തിൽ സൂര്യൻ പ്രവേശിച്ചു കഴിഞ്ഞെന്നാൽ ആരോഗ്യഹാനി, അതുപോലെ തന്നെ തോറാസിക് സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ, അവ സംബന്ധിച്ച് എന്തെങ്കിലും സർജറികൾ, ഓർത്തോ സംബന്ധമായിട്ടുള്ള എല്ല്, പല്ല് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് രോഗങ്ങളോ സർജറികളോ ഉണ്ടാകുക, അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങളും ചെലവുകളും വന്നു ചേരുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാവേളകളിലും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പഠിക്കേണ്ട കാലഘട്ടങ്ങളിൽ രോഗങ്ങളോ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ വരിക. വാഹനം ഓടിക്കാൻ പഠിക്കുന്നവരും കെയർലെസ്സായിട്ട് കൂടുതൽ അല്ലെങ്കിൽ അമിത വേഗത്തിൽ ഓടിക്കുന്നവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹന അപകടം നിർബന്ധമായിട്ടും വരാം. അതുപോലെ തന്നെ വാഹന സംബന്ധമായ റെക്കോർഡിക്കലൊക്കെ വളരെ സൂക്ഷിച്ചോണം. റെക്കോർഡിക്കലൊക്കെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത്യാവശ്യ വേളയിൽ രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സർക്കാർ ശിക്ഷയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ, ടെസ്റ്റ് മുതലായവയിലൊക്കെ പോകുമ്പോൾ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യുവതികളെ സംബന്ധിച്ചോളം ഭർത്താവിനെ സംബന്ധിച്ച് ചില അപകടങ്ങൾ, രോഗങ്ങൾ, വിരഹങ്ങൾ, വേർപാടുകൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ, ദാമ്പത്യ കലഹങ്ങൾ എന്നിവ കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലുണ്ടാവും. ഭർത്താവിനും ഭർതൃവഴി മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ദോഷകാലം. കുടുംബത്തിന് വേണ്ടിയും വസ്തുവിന് വേണ്ടിയും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും വാഹനങ്ങൾക്ക് വേണ്ടിയും പണച്ചെലവുകൾ കൂടുകയും, അതുപോലെ തന്നെ കമിതാക്കളാണെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മൂലം പിരിയുകയും, എന്നാൽ വരുന്ന സെപ്റ്റംബർ മാസത്തിന് ശേഷം ക്രമാനുഗതമായിട്ട് ദോഷാനുഭവങ്ങളിൽ നിന്ന് മുക്തി കിട്ടുകയും സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുകയും കടബാധ്യതകൾ തീരാൻ പുതിയ വരുമാന ഉറവിടമോ സഹായമോ ലഭ്യമാകുകയും തൊഴിൽ മുന്നേറ്റവും ആരോഗ്യപുഷ്ടിയും ഭർത്തൃ പുത്ര പുത്രി സംബന്ധമായിട്ടുള്ള ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും അല്പാൽപമായി കണ്ടുവരും. പൊതുവെ ഈ രാശിക്കാർക്ക് കണ്ടകശനിക്കാലമായതിനാൽ മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും രോഗങ്ങൾ, എല്ല് പല്ല് സംബന്ധമായിട്ടുള്ള അപകടം, രോഗങ്ങൾ, സർജറി മുതലായവ, അതുപോലെ തന്നെ മാതൃകുടുംബത്തിൽ ചില ലീഗൽ പ്രശ്നങ്ങൾ, മാതൃവിരഹം ഇത്യാദികളും, അതുപോലെ തസ്കരന്മാരിൽ നിന്നും അതുപോലെ തന്നെ വഞ്ചകരിൽ നിന്നുമൊക്കെ ചില അബദ്ധങ്ങളൊക്കെ വരാൻ സാധ്യതകൾ ഒക്കെ ഉണ്ടെങ്കിലും സെപ്റ്റംബർ മാസം മുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക പുഷ്ടിയും കടബാധ്യതകൾ തീരാൻ പുതിയ വരുമാനമാർഗ ഉറവിടമുണ്ടാകുകയും തൊഴിൽ കിട്ടുകയോ അതുപോലെ തന്നെ തൊഴിൽ ലക്ഷണങ്ങളോ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റ് മുതലായവ പാസ്സാകുവാനുള്ള യോഗങ്ങളും ഒക്കെ ഇടകലർന്ന് സമ്മിശ്രത്താൽ ദോഷഫലങ്ങൾ അല്പം കൂടുതലാണെങ്കിലും സെപ്റ്റംബർ മുതൽ നല്ല ഫലങ്ങൾ കണ്ടുവരികയും ചെയ്യുന്നതാണ്. ശനിയാഴ്ച ഒരിക്കൽ ശനിപ്രീതി, ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര നീരാഞ്ജനം, നെയ്വിളക്ക് മുതലായവയും അതുപോലെ പ്രദോഷം
മുതലായതൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ കാഠിന്യങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. ഗുണഫലങ്ങൾ സെപ്റ്റംബർ മാസം മുതൽ കണിശമായിട്ടും കിട്ടും. വാഹനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, റെക്കാർഡിക്കൽ ശ്രദ്ധിക്കണം. അതുപോലെ കുടുംബത്തിൽ വരുന്ന അതിഥികളെയും അതുപോലെ ആശ്രിതരെയും ക്ഷണിക്കാൻ വരുന്നവരെയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് ചില തെറ്റിദ്ധാരണകൾ മൂലം ചില കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാനോ നഷ്ടങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകൾ ഒക്കെ ഉണ്ട്. അതെല്ലാം റെക്കോർഡുകളൊക്കെ എപ്പോഴും ഭദ്രമായിരിക്കണം. കനക വേഷഭൂഷണാദികളൊക്കെ വളരെയധികം സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം. കൊടുക്കൽ വാങ്ങലുകൾ, സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ യാത്രാവേളകളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാവേളകളിൽ ദീർഘയാത്രകളൊക്കെ കഴിവതും സാഹസിക യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവർ കഴിവതും എല്ലാം കൂടുതലായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംവാദങ്ങളിൽ ഏർപ്പെടാതെ ആ മംഗളകർമ്മം നടക്കുന്നിടം വരെ നിശബ്ദരായിരിക്കാൻ ഒക്കെ ശ്രദ്ധിക്കുക. ശനിയാഴ്ച ഒരിക്കലൊക്കെ എടുത്ത് കാഠിന്യങ്ങൾ കുറയ്ക്കാവുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനും ചോദിച്ച് മനസ്സിലാക്കുന്നതിനുമൊക്കെയായി താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടർ കുടമാള ശർമാജിയെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്.